ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സർക്കാർ കൃഷിക്കാർക്ക് നൽകുന്ന കിസാൻ സമ്മാൻ നിധിയിലൂടെ വർഷം 6000 രൂപ 4 മാസത്തിൽ 2000 രൂപ വീതം ലഭിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇനി അത് 2 മാസത്തിൽ 2000 രൂപ, അങ്ങനെ വർഷം 12000 രൂപ ലഭിക്കും എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇതേക്കുറിച്ചും ഈ ഒരു പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയും. ആർക്കൊക്കെ അപേക്ഷിക്കാം, ആർക്ക് അപേക്ഷിച്ചാൽ ഈ പണം കിട്ടും, ആർക്കൊക്കെ അപേക്ഷിക്കാൻ പാടില്ല, ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. APL BPL വ്യത്യാസമില്ലാതെ അപേക്ഷിച്ച് ആനുകൂല്യം നേടാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ഇത് കർഷകർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയിലൂടെ 9 ഗഡു 2000 രൂപ ഇതുവരെ ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അതിലേക്ക് പുതിയ അപേക്ഷകൾ വെക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. 2019 വരെ കൈവശ രേഖയുള്ള ഭൂമികൾക്ക് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. സ്വന്തമായി 5 സെൻറ്റോ അതിലധികമോ ഭൂമി വേണം എന്നുള്ളതാണ്. ആളുകൾക്കൊക്കെ ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്ന ആളുകൾ സ്വന്തമായി ഭൂമി എന്ന് പറയുമ്പോൾ അച്ഛൻ്റെയോ മുത്തച്ഛൻ്റെയോ പേരിലുള്ള ഭൂമിക്ക് മക്കൾക്ക് അപേക്ഷിക്കാൻ കഴിയുകയില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പാട്ടത്തിന് കൃഷി ചെയ്യുന്ന ആളുകൾക്ക് സ്വന്തമായി ഭൂമി ഇല്ലെങ്കിലും അവർക്കും ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. അവർക്കും ഈ ഒരു തുക ലഭിക്കുകയില്ല. സ്വന്തമായി 5 സെൻറ്റ് ഭൂമിയോ അതിലധികമോ ഉണ്ടെങ്കിൽ ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. ഇനി സ്വന്തമായി ഭൂമി ഉണ്ട്, കൃഷിഭൂമിയാണെങ്കിൽ പോലും സർക്കാർ ജീവനക്കാർക്കും അതുപോലെ സർക്കാരുമായി ബന്ധപ്പെട്ട് ശമ്പളം പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കൊന്നും ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയില്ല. പിന്നെ ആദായ നികുതി അടക്കുന്ന ആളുകൾ, പിന്നെ പ്രൊഫഷണൽ ജോലിക്കാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, വക്കീലന്മാർ, അതൊക്കൊന്നും ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയുകയില്ല. സാധാരണക്കാരായ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു പദ്ധതിയാണ്. ഈ ഒരു പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിച്ചാൽ ഈ ഒരു പദ്ധതിയിൽ നിങ്ങൾക്ക് അംഗമാവാവുന്നതാണ്. നിങ്ങളുടെ ആധാർ കാർഡും അതുപോലെ തന്നെ നിങ്ങളുടെ കൈവശാവകാശ രേഖയും റേഷൻ കാർഡും കൊണ്ട് നിങ്ങൾ അക്ഷയ CSC കേന്ദ്രങ്ങളിൽ ചെന്ന് നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ കയ്യിൽ മൊബൈൽ കരുതേണ്ടതുണ്ട്. ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ കരുതണം എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിച്ചതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള കൃഷി ഭവനിൽ ഒരു വെരിഫിക്കേഷൻ ഉണ്ടാകും. അതിന് നിങ്ങളൊന്ന് പോയാൽ മതി. നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിലൂടെ പിന്നീടുള്ള 4 മാസം കൂടുമ്പോൾ 2000 രൂപ വീതം ലഭിച്ചു തുടങ്ങും. ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ, ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യമാണ് ഇനി പറയുന്നത്. ഉറപ്പില്ലാത്തൊരു കാര്യമാണ്. കേന്ദ്ര സർക്കാർ അതിനെക്കുറിച്ചിട്ട് ഇതുവരെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അതായത് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കിസാൻ സമ്മാൻ നിധി പദ്ധതി, അത് കേന്ദ്ര സർക്കാർ 2000 രൂപ 2 മാസത്തിൽ, അതായത് വർഷം ഇപ്പോൾ 6000 രൂപ ലഭിക്കുന്നത്, അത് 12000 രൂപ നൽകാൻ വേണ്ടി പോകുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആരും മടി കാണിക്കരുത്. പദ്ധതിയിലൂടെ 6000 രൂപ ലഭിക്കുന്നുണ്ട്, അത് മാത്രം പ്രതീക്ഷിച്ചിട്ട് ഇപ്പോൾ അപേക്ഷിച്ചാൽ മതി. ഇനി ഭാവിയിൽ 12000 കിട്ടുകയാണെങ്കിൽ അതായിക്കോട്ടെ, നല്ലത്. അപ്പോൾ ആ ഒരു പദ്ധതി നിലവിൽ അങ്ങനെയാണ്, 12000 കിട്ടും എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ ഉണ്ട്. എന്തായാലും ഈ ഒരു പദ്ധതിയിലേക്ക് ഇപ്പോൾ തന്നെ പോയിട്ട് അപേക്ഷിക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.